സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുറച്ചുകൂടി ഫാക്ച്വലായി സംസാരിക്കണം എന്നാണ് പറയാനുള്ളത്. 2025 ഇതേ കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സെനറ്റ് സീറ്റിൽ 6 സീറ്റ് SFIക്കും 4 സീറ്റ് UDSFനുമാണ്. കഴിഞ്ഞ തവണ MSFന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ആ സീറ്റ് ഇത്തവണ ഉണ്ടായില്ല. കാരണം എന്താണ്? ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ MSF പണം കൊടുത്ത് UUCമാരെ വാങ്ങിയിരുന്നു. ഇത്തവണ അത് വാങ്ങാൻ കഴിഞ്ഞില്ല, കാരണം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതിന് പകരം KSU പണം കൊടുത്ത് വാങ്ങി. ഷമ്മാസിനെ ഞാൻ നേർക്ക് നേർ തന്നെ വെല്ലുവിളിക്കുകയാണ്. 4 UUC സീറ്റ് ജയിക്കാനുള്ള പൊളിറ്റിക്കൽ UUCമാരില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ് KSUവിന് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഷമ്മാസിനെ അറിയുമെന്നറിയില്ല. എന്നിരുന്നാലും ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മത്സരത്തിന്റെ പേരിൽ ഞങ്ങൾ അവിടെ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേട്ടാൽ ഇതെന്താണ്, അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലേ എന്ന് ആളുകൾ സംശയിച്ചു പോകും. എന്നാൽ ചിലർ കരുതും, ഈ സർവകലാശാലയുടെ കീഴിലല്ലാത്ത വിദ്യാർത്ഥികളില്ലാത്ത ലക്ഷോപലക്ഷം മനുഷ്യർ ചിലപ്പോൾ കരുതും, അതുകൊണ്ടാണ് ഇന്നലെ ആ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ വർഷം നേടിയതിനേക്കാൾ നല്ല വിജയം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പൊളിറ്റിക്കൽ UUCമാരെയും കൂടുതൽ മാർജിനിലേക്കും ഭൂരിപക്ഷത്തിലേക്കും ഈ UUCമാരുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ യൂണിയന്റെ കാര്യത്തിലും അവിടെ വിജയം നേടാൻ SFIക്ക് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഞങ്ങൾ അവിടെ നേടിയിട്ടുള്ളത്. സെനറ്റ് സീറ്റിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അതേ സ്റ്റാറ്റസ് കോ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അത് UDSFന് 4 അത് KSUവിന് കഴിഞ്ഞ തവണ 3-1 എന്ന നിലയിലോ ഇന്ന് 4 എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ 4 ജയിക്കാനുള്ള UUCമാർ അവർക്കില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. പണം കൊടുത്ത് UUCമാരെ വാങ്ങിയെടുത്ത്, BEd കോളേജുകളിലെ സ്വതന്ത്ര UUCമാരെ പണം കൊടുത്ത് വാങ്ങിയെടുത്ത് ആ പണം ഒരു 50,000 രൂപ തൊട്ട് 1 ലക്ഷം രൂപ വരെയും ഈ BEd കോഴ്സിന്റെ തുടർന്നുള്ള ഫീസുകളും അതിനോടുൾപ്പെടെ കഴിയാവുന്ന മുഴുവൻ വാഗ്ദാനങ്ങളും നൽകി വോട്ടുകൾ വിലക്ക് വാങ്ങുന്ന, നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലേക്ക് ഈ കേരളത്തിൽ ഗോസായി രാഷ്ട്രീയത്തെ ഈ ചെറുപ്പകാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് KSU. ഇന്നലെ ഉണ്ടായ വിഷയം അതൊന്നുമല്ല. ഈ വിജയമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ സ്വീകരണം നടത്തി. ആ സ്വീകരണത്തിന്റെ തുടർച്ചയിൽ ഞങ്ങൾ പ്രകടനമായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് പോവുകയാണ്. ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് പോകുന്ന ഘട്ടത്തിൽ 20 പേരോ 25 പേരോ വരുന്ന KSUവിന്റെ സംഘത്തിൽ നിന്ന് കല്ലേറ് വരികയാണ്. ഞങ്ങളൊരു 100-150 പേരുണ്ട്. പോലീസിന്റെ സംരക്ഷണ വലയത്തിലാണ് അവരുള്ളത്. അതിന്റെ ഭാഗമായി നേരത്തെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നിന്നപ്പോൾ ഒരു വലിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ആവേശത്തിന്റെ ഭാഗമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയിൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ KSUവിനെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു നിലയാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചന പോലുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനം സംഘടിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതിയവർ മാത്രമാണ്. അതിന്റെ തുടർച്ചയിൽ ഈ പറഞ്ഞ പാളയത്തിന്റെ മുന്നിൽ വെച്ച് കല്ലേറ് വരികയാണ്. കല്ലേറ് വരുന്നതോടുകൂടി ഞങ്ങൾക്ക് തന്നെ ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നീട് പോലീസും KSUവും ചേർന്ന് ഞങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഷമ്മാസ് പറഞ്ഞു, ഭരണം കിട്ടിയപ്പോൾ ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണത്തിലില്ലല്ലോ 10 വർഷം, ഇപ്പോൾ ഭരണത്തിലൊക്കെ വന്നപ്പോഴാണല്ലോ എന്തിനാണ് ഇപ്പോൾ തല്ലുകൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുന്നത്. ഷമ്മാസ് ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷം കേരളം ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ആ ഘട്ടത്തിൽ ജയിലിൽ പോയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിമാരുള്ള സംഘടനയായിരുന്നു SFI. ഈ ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഭരണകാലത്താണ് ഗവർണർക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയത്. ഏതെങ്കിലും പോലീസിന്റെയോ പോലീസ് സ്റ്റേഷന്റെയോ ഒരു ആശ്രിതത്വവും ഒരു പിന്തുണയും ഒരു സഹായവും ഞങ്ങൾക്ക് കിട്ടിയില്ല. മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതുണ്ടാവും. പക്ഷെ ഇന്നലെ സമരമായിരുന്നില്ല, ഞങ്ങളുടെ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ മുകളിലേക്കുള്ള കടന്നുകയറ്റമാണ് KSU നടത്തിയിട്ടുള്ളത്. KSU അത് നടത്തിയിട്ടുള്ളത് ഷമ്മാസ് മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും പോലീസിന്റെ പിന്തുണയിലാണ്. പോലീസുകാരെ മുന്നിൽ നിർത്തിയാണ്, പോലീസുകാരെ 50 പേരെ മുന്നിൽ നിർത്തി 100 പേരെ മുന്നിൽ നിർത്തിയാണ് ഞങ്ങൾക്ക് മേലിലേക്ക് കല്ലും ഇളനീരും കഴിയാവുന്നതൊക്കെ മുന്നിൽ കിട്ടിയതൊക്കെ എടുത്തെറിഞ്ഞത്. അതൊക്കെ ഞങ്ങളുടെ സഖാക്കളുടെ മേത്ത് കൊണ്ടിട്ടുണ്ട്. ഞങ്ങളിൽപ്പെട്ട 15 പേർക്ക് പരിക്കേറ്റു. ഇപ്പൊ നിങ്ങൾ ജില്ലാ പ്രസിഡന്റിന് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നു. എവിടെ പരിക്കേറ്റതിന്റെ ദൃശ്യം? എവിടെ അതിന്റെ OP ടിക്കറ്റ്? ഞാൻ വേണമെങ്കിൽ ഞങ്ങളുടെ 15 പേരുടെയും മെഡിക്കൽ കോളേജിലെ, ഇപ്പൊ ഇനി മെഡിക്കൽ കോളേജിനെ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്, നിങ്ങളുടെ മന്ത്രിയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ റെക്കോർഡ്സ് കാണിച്ചു തരാം. അവരുടെ കൈ പൊട്ടിയത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനാണ് വിരലുകൾക്ക് ക്ഷതമേറ്റിട്ടുള്ളത്. ബാലസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിക്കാണ് കൈക്ക് പൊട്ടലേറ്റിട്ടുള്ളത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിക്കാണ് 2 കൈയും പൊട്ടിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ അങ്ങോട്ടേക്ക്
ഈ മർദ്ദനം നടത്തിയതിന്റെ ഭാഗമായാണോ ഷമ്മാസെ ഉണ്ടായത്? പോലീസ് ഉൾപ്പെടെ നിങ്ങൾ കല്ലെറിയുന്നു, പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ തല്ലിയോടിക്കുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഷമ്മാസ് എത്ര തവണ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗ്രനേഡ് നേരിട്ടിട്ടുണ്ട്? 5 ഗ്രനേഡാണ് ഞങ്ങളുടെ ഇടയിലേക്ക് പോലീസ് 5 മിനിറ്റിനുള്ളിൽ എറിഞ്ഞത്. ഞാൻ അവിടെ നിൽക്കല്ലേ, ഞങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞത്. ആ ഗ്രനേഡ് എറിയേണ്ട എന്ത് സാഹചര്യം ഉണ്ടായിരുന്നു? ഞങ്ങളെ തല്ലി ഓടിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ സമരം ചെയ്യരുത് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?